നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മ എന്താ ആരും കാണാതെ ഈ മുറിക്കകത്ത് കയറി തെരഞ്ഞത്? മോളെ, അത് പിന്നെ അത് ഞാൻ ആചാര്യ വക്കീലെ ഏൽപ്പിച്ച ആ ഡോക്യുമെന്റ്സ് തേടിയല്ലേ അമ്മ വന്നത്? അതിനുവേണ്ടിയാണ് വന്നതെന്ന് ഈ സഞ്ചി കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് കൂടുതൽ ഉരുളൊന്നും വേണ്ട. അയ്യോ പാവം, ആ ഡോക്യുമെന്റ്സ് കിട്ടിയില്ല അല്ലേ? എന്റെ പ്രഭാവതി അമ്മേ, ഈ സഞ്ചിയിൽ തിരഞ്ഞാലൊന്നും ആ ഡോക്യുമെന്റ്സ് കിട്ടാൻ പോകുന്നില്ല. അത് ഈ സഞ്ചിയിൽ നിന്നും നിങ്ങളൊക്കെ ചേർന്ന് അടിച്ചു മാറ്റുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനത് ഇതിന്ന് എടുത്തു മാറ്റി നല്ല ഭദ്രമാക്കി വച്ചേക്കാം. ഓ, അത് ശരി. അല്ല, പ്രഭാവതി അമ്മയ്ക്ക് വേണമായിരുന്നെങ്കിൽ ഞാൻ ആ വിൽപത്രത്തിന്റെ 2 ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്ത് തരുമായിരുന്നല്ലോ. ഫോട്ടോസ്റ്റാറ്റോ? അതെനിക്കെന്തിനാ? ഒന്ന് പ്രഭാവതി അമ്മയ്ക്ക് തലക്കിൽ വെച്ച് കിടന്നുറങ്ങാനും, മറ്റേത് അവിടുത്തെ സൽപുത്രൻ വിനയിന് തലയിൽ വെച്ച് കിടന്നുറങ്ങാനും. നിന്റെ സാമർഥ്യോ അതിബുദ്ധിയൊന്നും എന്റെ അടുത്ത് വേണ്ട. നീ ആ ഡോക്യുമെന്റ്സ് എവിടെ ഒളിപ്പിച്ചു വെച്ചാലും ഈ പ്രഭാവതി അത് കണ്ടുപിടിച്ചിരിക്കും. അത് ഞാൻ കൈക്കലാക്കിയിരിക്കും. ആയിക്കോട്ടെ. എടീ, പ്രഭാവതി തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. നീ മനസ്സിൽ കുറിച്ചോ, ഇനി അങ്ങോട്ട് നിന്നെ ഞാൻ അനുഭവിപ്പിച്ചിരിക്കും. നമുക്ക് കാണാം. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങളങ്ങ് ചെയ്യണം. പക്ഷേ എനിക്ക് നിങ്ങളോട് ഒരപേക്ഷയേ ഉള്ളൂ. വെറുതെ ആ വിനയം കൂടി നിങ്ങൾ ഈ കളിക്കിറക്കരുത്. എന്തിനാ വെറുതെ അവൻ കൂടി ബലിയാടാവുന്നേ? അവൻ കുറച്ചു കാലം കൂടി സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെ. എടീ, എനിക്ക് നിന്റെ സാരോപദേശമൊന്നും കേൾക്കണ്ട. നാളുകൾ എണ്ണി നീ കാത്തിരുന്നോ പാർവതി. അധികം വൈകാതെ തന്നെ നിനക്കിവിടുന്ന് പടിയിറങ്ങേണ്ടി വരും. നിന്നെ ഞാൻ ഇവിടുന്ന് പടിയിറക്കി വിടും. പടിയിറക്കിയിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.